ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ ഗുരു എന്തിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചത് എന്നുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് നമ്മളും മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ശുദ്ധമായിട്ടുള്ള കാലദേശാധിവർത്തിയായ ഒരു ചൈതന്യത്തെ ആ രൂപത്തിൽ, ആ തലത്തിൽ എല്ലാവർക്കും ഉൾക്കൊള്ളുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് ത്രികാലജ്ഞാനിയായ ഗുരുവിന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരു ഓരോരുത്തരുടെയും തലത്തിലേക്ക് ഇറങ്ങി വന്നു. അപ്പം അക്ഷരം പഠിക്കുന്ന ഒരു കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ സിലബസ് കൊടുത്താൽ അവനൊന്നും മനസ്സിലാവില്ല. മാത്രമല്ല അവന് മാനസികമായ വിഭ്രാന്തി ഉണ്ടാവും. അപ്പോൾ എന്തു ചെയ്യണം? ഉത്തമനായിട്ടുള്ള ഒരു ആചാര്യൻ ആ വ്യക്തിയുടെ തലത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കി അയാളെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ അതാണ് ചെയ്തത്. കാരണം ഓരോരുത്തരുടെ യോഗ്യതയ്ക്കനുസരിച്ച്, അപ്പോൾ ഓരോരുത്തരെന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരേ കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം എങ്ങനെയാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഗുരു ആദ്യം പടിയെന്നോണം ശിവപ്രതിഷ്ഠയും, പിന്നെ ദേവി പ്രതിഷ്ഠയും, വിനായകൻ്റെ പ്രതിഷ്ഠയും, സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയും ഒക്കെ നടത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതുപോലെ കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഗുരു ഇങ്ങനെ പോയി ആ ഭക്തന്മാരുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ തലത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഗുരു പ്രതിഷ്ഠിച്ച് നൽകിയുണ്ടായി. അപ്പോൾ ഗുരു എന്തുകൊണ്ട് പ്രതിഷ്ഠിച്ചു ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളെ എന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അത് നമ്മൾക്ക് മനസ്സിലാകുകയുള്ളൂ. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഗുരു ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ആളുകൾ അത് അനുഷ്ഠിക്കാത്തത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെ അക്ഷരം പഠിക്കുന്ന, ആ അക്ഷരം പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് ഉയർന്ന തലത്തിൽ ഉള്ള ക്ലാസ്സുകളെ ഉൾക്കൊള്ളുവാനുള്ള മാനസികാവസ്ഥയോ ബൗദ്ധികമായിട്ടുള്ള സൂക്ഷ്മതയോ വികാസമോ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള വികാസവും ബൗദ്ധികമായിട്ടുള്ള തെളിച്ചവും ലഭിക്കണമെങ്കിൽ നമ്മൾക്ക് സത്സംഗം അനിവാര്യമാണ്. നല്ല അറിവുള്ള ആളുകളുമായിട്ടുള്ള ഇടപഴകൽ, സദ്ഗ്രന്ഥങ്ങളുടെ പാരായണം, അതൊക്കെ മനുഷ്യനെ കൂടുതൽ തെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ആ ഒരു തലത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യൻ്റെ ദൈനംദിന പ്രശ്നങ്ങളൊക്കെ 90% നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അടിസ്ഥാന പ്രശ്നം മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും വീണ്ടും നമ്മൾ ആശയക്കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടുന്നത്. ഇന്നത്തെ നമ്മളുടെ ആധുനിക വിദ്യാഭ്യാസത്തിൽ ഇങ്ങനെ ഓരോന്നിനെയും തരംതിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ഓരോരുത്തരും നമ്മൾക്ക് അതുപോലെ കാണാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഭാഗികമായിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും പ്രതികരിക്കുന്നതും. അവിടെയാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. സംഘർഷങ്ങൾ വെളിയിലല്ല ആദ്യം ഉണ്ടാകുന്നത്, അത് അകത്താണ്. അന്തഃസംഘർഷങ്ങൾ അത് സാവധാനത്തിൽ പുറത്തേക്കും വരും. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ അറിവിൻ്റെ അഭാവം കൊണ്ടാണ് നമ്മളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖവും അതിൽ നിന്നുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഗുരുവിൻ്റെയും ആവശ്യമായിരുന്നു.
അങ്ങനെ ഗുരുദേവൻ ഈ പ്രതിഷ്ഠകളിലൂടെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വർഷത്തിൻ്റെയോ തീയതിയുടെയോ കണക്ക് പ്രകാരമല്ല, അവസാനത്തിന് അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുമ്പോൾ അവസാന ഭാഗമെന്നോണം ആണ് ആലുവ അദ്വൈത ആശ്രമം ഗുരു സ്ഥാപിക്കുന്നത്. അവിടെ യാതൊരുവിധ ദേവതാ പ്രതിഷ്ഠകളോ സങ്കല്പങ്ങളോ ഒന്നുമില്ല. അവിടെ ശുദ്ധമായിട്ടുള്ള ആ ജ്ഞാനം മാത്രമാണ്, അറിവ് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് ഈ മാനവരാശി ഉയരണം, അവരങ്ങനെ ഉണർന്ന് ഇരിക്കണം അറിവുള്ളവരായിട്ട് എന്ന് ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഇന്നും മാനവരാശി താൽക്കാലികമായിട്ടുള്ള അവരുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ നിലനിർത്തുവാനും അധികാരവും പണവും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്ര കിട്ടിയാലും മതിയാകില്ല എന്നുള്ള തലത്തിലേക്ക് അവർ കൂപ്പുകുത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ശാന്തിയും സമാധാനവും ഒരിക്കലും സമീപത്ത് ഒന്നും ഉണ്ടാകില്ല. അതിന് ഇനിയും ഒരുപാട് ജന്മങ്ങൾ വേണ്ടിവരും. തീർച്ചയായിട്ടും ഗുരുവിൻ്റെ വഴിയിലൂടെ നിഷ്പക്ഷമായിട്ട് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ആത്യന്തികമായിട്ടുള്ള ശാന്തിയും സമാധാനവും കൈവരും. അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.